ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും തംബ്നെയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. അപ്പം 2-3 മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഐക്യയിൽ നിന്ന് വാങ്ങിച്ച പ്രൊഡക്റ്റും കാര്യങ്ങളുടെയൊക്കെ. അപ്പോൾ കുറേ കമൻസും വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം മുമ്പ് വന്ന കുറേ പ്രൊഡക്റ്റ് ഒന്നിച്ച് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയും ചെയ്തു തരാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് ഒരു എയർ ഫ്രയർ വാങ്ങിയതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളൊരു കാഞ്ഞങ്ങാട് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് വലിയ സൈസിലുള്ളത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞതായിട്ടുള്ള വാങ്ങിച്ചാൽ അപ്പോൾ അതിൽ കുറേയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് വലുതായിട്ടുള്ളത് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഇൻഫെക്സ് കമ്പനിയുടേതാണ്. കാഞ്ഞങ്ങാട് ഷോപ്രിക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂള് ലീവ് ഉണ്ടായ ടൈമിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് നല്ല എന്താ പറയുക ഇങ്ങനെ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു ഇതാണ് ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം പോയിട്ടാകുമ്പോൾ അവിടെ കാണുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ആ ഷോപ്പിൽ നല്ല പോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ രണ്ടാമതായിട്ട് ഇതും ഷോപ്രിക്സിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്, പ്രസ്റ്റീജിൻ്റെ ആണ്. അപ്പോൾ ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ബ്രെഡ് ടോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനും നല്ല ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മക്കൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അവൾ രാവിലെ അവർ മദ്രസയിലൊക്കെ പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാറുണ്ട് കോഫിയുടെ കൂടെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതും ഉള്ളിൽ നല്ല നോൺ സ്റ്റിക്ക് പോലെ ആയിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ തന്നെയാണ്, നല്ല കമ്പനി ആയതുകൊണ്ട് ഞാൻ നല്ല വിലയും കുറവുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ വന്നിട്ട് ഒരു കാസറോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞു കാസറോളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാനിപ്പം ഇവിടെ ഞങ്ങൾക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു കാസറോളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പുള്ളത് വലുതാണ്. അപ്പോൾ എനിക്ക് ചെറുത് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കാണുമ്പം ഇതും വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിനും നല്ല പ്രൈസ് കുറവുണ്ടായിരുന്നു. അതല്ല, ഇതിൻ്റെ ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല കാണാനും രസമുണ്ട്, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള എന്താ പറയുക നല്ല ഉള്ളിൽ നല്ല സ്റ്റീലായിട്ട് വരുന്നൊരു കാസറോളാണ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ആമസോണിൽ നല്ല ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇതുപോലൊരു സ്ക്വയർ ടൈപ്പിലുള്ള കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക വീണാൽ പൊട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഇതാണ്. പക്ഷേ കാണാനും നല്ല ഗ്ലാസിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിഡ് വരുന്നത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നല്ല എയർ ടൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ അത് ഞങ്ങൾ നളുത്ത് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട, നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് 12 പീസാണ്. അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1100 ml പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു കുഞ്ഞതായിട്ടുള്ള ഒരു
ഇതും ഞാൻ ആമസോണിൽ നിന്ന് ഐക്യന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തെങ്കിലും മിച്ചർ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഐക്യയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഓവനിലും വെക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, കാണാനും നല്ലൊരു ലുക്കുണ്ട്. അതുപോലെ തന്നെ നല്ല മൾട്ടി കളറാണ് ഫുള്ള് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു 6 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും നല്ല വില നല്ല കമ്മിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ പ്ലാസ്റ്റിക് അല്ല, ഇത് നല്ല എന്താ പറയുക, നമുക്ക് ചൂട് കൂട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് മിച്ചറും കാര്യങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കാമല്ലോ, അങ്ങനെ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ മുമ്പ് എടുത്ത് വെച്ചതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇത് ഏതാ കമ്പനി എന്ന് വെച്ചാൽ അതെനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇനി എപ്പോഴെങ്കിലും നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആമസോണിൽ വാങ്ങിച്ചത് തന്നെയാണിത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വുഡിൻ്റെ എന്താ പറയുക, പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ട് കൊതി തോന്നിയിട്ട് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു കാണാനും നല്ല ലുക്ക്, അതുപോലെ തന്നെ പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാണുമ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്കൊരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ പ്രൊഡക്റ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു ഡസ്റ്റ്ബിന്നാണ്. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ഞങ്ങൾ കാഞ്ഞങ്ങാട് പോയിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞില്ലേ, ഷോപ്രിക്സിലാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഡസ്റ്റ്ബിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല മൾട്ടി കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കിലാണ് വരുന്നുള്ളത്. എന്താ പറയുക, വുഡിൻ്റെ ഒരു സ്റ്റൈലിൽ ഇതിൻ്റെ മൂടുണ്ട് കേട്ടോ, മൂടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് കവറിട്ടിട്ട് ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡസ്റ്റ്ബിന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. എന്താ പറയുക, നല്ലൊരു എന്താ നീറ്റിൽ നല്ല കാണാനും ഭംഗിയിൽ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഷോപ്രിക്സിൽ നല്ല നല്ല എന്താ പറയുക, നമ്മൾ ആമസോണിലൊക്കെ കാണുന്നത് പോലെ നല്ല നല്ല കാണാൻ ഭംഗിയുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണിലേക്കുള്ളത്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നെക്കി കൊടുത്താൽ ഇതിൻ്റെ അകത്തുള്ള ബക്കറ്റും കൂടി ഇങ്ങനെ ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കവറൊക്കെ ഫിറ്റാക്കിയിട്ട് അങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നല്ല ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ വന്നിട്ട് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വീട് കുടിയിരിക്കൽ കഴിഞ്ഞതിന് ശേഷം വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റായിരുന്നു ഇത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അടിക്കാൻ ചൂല് വാങ്ങിക്കില്ല. അപ്പോൾ ആ ചൂല് ഒരു തവണ ഒരു എന്താ പറയുക ഒരാഴ്ചയോളം ഇങ്ങനെ അടിക്കാം നമുക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക ചെറുതായിട്ട് പോവില്ലേ ചൂല്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് കുറേ ചൂല് വാങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ എൻ്റെ എന്താ പറയുക വീട് മൊത്തം അടിച്ചു വാരലാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിലടിച്ച് വരുമ്പം. അപ്പോൾ എന്താ പറയുക, മുടിയും അതുപോലെ പൊടിയും എല്ലാ കാര്യങ്ങളും ഇതിൽ നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പുള്ളത് കുറച്ച് പഴയതായിട്ടുണ്ട്. അതിൻ്റെ തുണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അലക്കും. അപ്പോൾ അലക്കിയിട്ട് കുറച്ച് പഴയതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു 4 വർഷം മുമ്പ് വാങ്ങിച്ചിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ പുതിയൊരെണ്ണം വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് എന്താ, ഇത് ഞാൻ ഷോപ്രിക്സിൽ പോയിട്ടാകുമ്പം അവിടെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. വുഡിൻ്റെ നല്ലൊരു എന്താ പറയുക സ്പൂണെന്ന് അറിയാം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാനൊക്കെ ഉണ്ടാവുന്നില്ലേ, അപ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെ ഇടാലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൻ്റെ നല്ലൊരു കാണാനും ഭംഗിയല്ല, അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 6 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായിട്ട് വരാം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ.